ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പുതുവത്സരത്തിൽ മതസൗഹാർദ്ദത്തിന്റെ വേറിട്ട ചരിത്രം രചിക്കുകയാണ് കടിയങ്ങാട്ടെ മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി. ജീവകാരുണ്യ മേഖലയിലെ സജീവ സാന്നിധ്യമായ ചരിഷ്മ ഇബ്രാഹിം കുട്ടിയെ ക്ഷേത്രത്തിന്റെ ആറാട്ടു മഹോത്സവത്തിന്റെ ഭാഗമായി ആദരിച്ചു. ഇതേക്കുറിച്ചുള്ള വാർത്ത കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. പുതിയപ്പ മേഖലയിൽ BJP CPM സംഘർഷം, പാർട്ടി ഓഫീസുകൾ തകർത്തു. സുരക്ഷിതമായ ഭക്ഷണത്തിനായി വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്ന് കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി KP മോഹനൻ. വെറ്റിനറി ഡോക്ടർമാരുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട്. പുതുവത്സരത്തിൽ മതമൈത്രി സന്ദേശവുമായി കടിയങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രം. ജീവകാരുണ്യ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച ഇബ്രാഹിം കുട്ടിക്ക് ആദരം. വാർത്തകൾ വിശദമായി. സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി KP മോഹനൻ. വെറ്റിനറി ഡോക്ടർമാരുടെ സംസ്ഥാന സമ്മേളനവും സെമിനാറും കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെറ്റിനറി ഡോക്ടർമാരുടെ സംസ്ഥാന സമ്മേളനവും സെമിനാറും ടാഗോർ സെന്റിനറി ഹാളിൽ നടന്നു. കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി KP മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ മുഖ്യപ്രഭാഷണം നടത്തി. ഏതൊരു പൌരന്റെയും ന്യായമായ അവകാശം സുരക്ഷിതമായ ഭക്ഷണമാണെന്നും അതിനാൽ ഭക്ഷണത്തിന്റെ സുരക്ഷിതത്തിനായി പഞ്ചായത്ത് ക്ഷേമ വകുപ്പിൽ നിന്നും ലാബ് സൗകര്യങ്ങളും നടപടികളും ഉണ്ടായിരിക്കുമെന്ന് മന്ത്രി മുനീർ പറഞ്ഞു. മാംസം ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളിൽ എത്തുന്നതുവരെ അണുക്കൾ പെരുകാത്ത തരത്തിൽ ശീതീകരിച്ച് സൂക്ഷിക്കുകയും വിപണനം നടത്തുകയും ചെയ്യാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി KP മോഹനൻ പറഞ്ഞു. അറവുശാലകൾ തിങ്ങി നിറഞ്ഞ നമ്മുടെ നാട്ടിൽ ഇവ നിയന്ത്രിക്കുന്നതിനായി എല്ലാ പഞ്ചായത്തുകളിലും ശാസ്ത്രീയ അറവുശാലകൾ സ്ഥാപിക്കുകയും അറിവിനു മുമ്പും ശേഷവുമുള്ള വിദഗ്ധ പരിശോധന ഉറപ്പുവരുത്തുകയും വേണം. ഇതിനുവേണ്ടി ആധുനിക രീതിയിലുള്ള സ്ലോട്ടർ ഹൌസ് സ്ഥാപിച്ചാൽ പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ നമുക്ക് സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നീര ഉൽപാദന മേഖലകളിൽ 1000-ഓളം പഞ്ചായത്ത് ഓഫീസുകളിലെ മുൻവശത്ത് നീര വെൻഡിംഗ് മെഷീൻ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നതായും മന്ത്രി പറഞ്ഞു. നീര വെൻഡിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് ഇന്നലെ ഞാനത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയും ആലോചിച്ചുകൊണ്ട് 1000-ഓളം പഞ്ചായത്തുകളിലെ ഓഫീസിന്റെ മുൻവശത്ത് ഒരു നീര വെൻഡിംഗ് മെഷീൻ സ്ഥാപിക്കാനുള്ള ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയും ആലോചിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നതാണ് എന്ന് ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു. അപ്പൊ ഇതൊരു വലിയൊരു മാറ്റമാണ്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള കർഷകർക്ക് അഭിമാനകരമായിട്ട് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ടാണ് നീര. വിവിധ വീടുകളിലും വിദ്യാലയങ്ങളിലും പച്ചക്കറി കൃഷി സാധ്യമാക്കിയതിൽ കേരളം വിജയം കാണുന്നുവെന്ന് മന്ത്രി മോഹൻ പറഞ്ഞു. കേരളം ജൈവ കൃഷിയിലേക്ക് കടന്നു ചെന്നപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറിയാണ് ഇപ്പോൾ ലഭിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കൂടാതെ ഗോവർദ്ധൻ പദ്ധതി ജൈവ കൃഷിയെ കൂടുതൽ പ്രോത്സാഹിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. സുരക്ഷിത ഭക്ഷണം പൌരന്റെ അവകാശം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സെമിനാർ നടന്നു. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ യോഹന്നാൻ S ചടങ്ങിന് അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ ശ്രീകുമാർ, മനയത്ത് ചന്ദ്രൻ, PP ബാലകൃഷ്ണൻ, ഡോക്ടർ ബ്രഹ്മാനന്ദൻ, കുര്യൻ K ജേക്കബ്, പഞ്ചായത്ത് ബ്ലോക്ക് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പുതിയപ്പ മേഖലയിൽ CPM ഓഫീസുകൾക്ക് നേരെ ആക്രമണം. ആക്രമണത്തിന് പിന്നിൽ BJP RSS പ്രവർത്തകർ എന്ന് നേതാക്കൾ ആരോപിക്കുന്നു. ആക്രമണത്തിൽ 2.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. ആക്രമണത്തെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വ്യാഴാഴ്ച രാത്രി നടന്ന ആക്രമണത്തിൽ പുതിയാപ്പ മേഖലയിൽ 3ഓളം CPM ഓഫീസുകളാണ് തകർക്കപ്പെട്ടത്. ആക്രമണത്തിൽ പിന്നിൽ BJP RSS പ്രവർത്തകരാണെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. സംഘർഷം നിലനിൽക്കുന്ന മേഖലയിൽ കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് ബീച്ചിലെത്തിയ ഏതാനും യുവാക്കൾ BJPയുടെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതായി ആരോപണം ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് പുതിയാപ്പ ഹാർബറിന് സമീപമുള്ള CPM പുതിയാപ്പ നോർത്ത് ബ്രാഞ്ച് ഓഫീസും ബസ് സ്റ്റാൻഡിന് സമീപമുള്ള TP അച്യുതൻ സ്മാരക മന്ദിരവും പുതിയ നിരത്തിലെ CPM ഓഫീസും തകർക്കപ്പെട്ടത്. ഓഫീസ് ഫർണിച്ചറുകളും ഫയലുകളും നശിപ്പിക്കപ്പെട്ടു. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി CPM നേതാക്കൾ പറഞ്ഞു. പ്രദേശത്തെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് നടക്കാവ് CA PK സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഒപ്പം പെട്രോളിംഗും ഊർജിതമാക്കിയിട്ടുണ്ട്. പാർട്ടി ഓഫീസുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും നേതാക്കൾ സൂചിപ്പിച്ചു. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, കൌൺസിലർ KP ബാബുരാജ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പൊതുപ്രവർത്തകനും വ്യവസായ പ്രമുഖനുമായ CH ഇബ്രാഹിംകുട്ടിയെ കടിയങ്ങാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ജീവകാരുണ്യ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച ഇബ്രാഹിംകുട്ടിക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉപഹാരം നൽകി. കടിയങ്ങാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനത്തിലാണ് ഇബ്രാഹിംകുട്ടി നാടിന്റെ ആദരം ഏറ്റുവാങ്ങിയത്. തലചായ്ക്കാൻ വീടില്ലാത്തവർ, ശാരീരിക ബലഹീനതകൾ കാരണം സ്വാശ്രരായി ജീവിതം പുലർത്താൻ സാധിക്കാത്തവർ, ജീവിതയാത്രയിലെങ്ങോ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടതിനാൽ അനാഥത്വത്തിന്റെ വ്യഥകൾ പേറുന്നവർ. കടിയങ്ങാട് സ്വദേശി CH ഇബ്രാഹിംകുട്ടിയുടെ ശ്രദ്ധാപരിസരങ്ങളിൽ ഇത്തരക്കാർക്കാണിപ്പോൾ സ്ഥാനം. സംസ്ഥാനവും രാജ്യവും കടന്ന ബിസിനസ് സംരംഭങ്ങളുണ്ടെങ്കിലും ഇബ്രാഹിംകുട്ടി എന്ന സാധാരണക്കാരിൽ നിന്ന് പൊതുബോധവും സഹജീവി സ്നേഹവും അസ്തമിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ദേശ, ഭാഷ, സമുദായ വ്യത്യാസങ്ങൾ കടന്ന ജീവകാരുണ്യ മാതൃകകളുമായി നാടിനൊന്നാകെ പ്രിയങ്കരനായി മാറിയിരിക്കുകയാണിപ്പോൾ ഈ സുസ്മേരനായ പൊതുപ്രവർത്തകൻ. കോഴിക്കോട് കടിയങ്ങാട് സ്വദേശിയായ ഇബ്രാഹിംകുട്ടിയെ കടിയങ്ങാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി ആദരിച്ചു. ഇബ്രാഹിംകുട്ടി നടത്തുന്ന ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് അദ്ദേഹത്തെ ആദരിച്ചത്. നാട്ടിൽ ഒരുപാട് അവാർഡുകളും മറ്റും കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ശ്രീ ഇബ്രാഹിംകുട്ടിയെ കൊടുക്കുന്നത്. കാരണം പേരാമ്പ്രയിലെ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ ഡയാലിസ് സെൻ്ററിന്, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുവാൻ, മുത്തു എന്ന് പറയുന്ന ഒരു വികലാംഗന്, അതുപോലെ തന്നെ മറ്റ് പല ആളുകൾക്കും വീട് കൊടുക്കുവാൻ അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിനെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ബഹുമാനായ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന് നമ്മൾ ഉപഹാരം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ക്ഷേത്ര ജീവനക്കാരിക്ക് വീട് നിർമ്മിച്ചു നൽകിയ ഇബ്രാഹിംകുട്ടി ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നു. ഇത്തരം ഉദാത്തമായ മാതൃകകൾ നാട്ടിൽ ഇനിയുമേറെ ഉണ്ടാവട്ടെ എന്ന് ഇബ്രാഹിംകുട്ടിക്ക് ഉപഹാരം കൈമാറിയ ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആശംസിച്ചു. ഓരോ മതവിശ്വാസിയും അവരുടെ മതാനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകും. അതിനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് ഭാരതം. ആ സ്വാതന്ത്ര്യത്തെ നിലനിർത്തിക്കൊണ്ട് മതങ്ങളും മതവിശ്വാസങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല, മതങ്ങളും മതവിശ്വാസങ്ങളും തമ്മിലുള്ള യോജിച്ച മുന്നേറ്റമാണ് ഭാരതത്തിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. സിംഗപ്പൂർ ആസ്ഥാനമായ ചരിഷ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് പാർട്ണറായ ഇബ്രാഹിംകുട്ടി മലേഷ്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ മാസ്റ്റേഴ്സ് ഇന്റർനാഷണലിന്റെ ഡയറക്ടറും സൗദിയിലെ ബ്രൈറ്റൺ റഫ മെഡിക്കൽ സെന്ററുകളുടെ പാർട്ണറുമാണ്. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ സെക്രട്ടറി, പേരാമ്പ്ര സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വൈസ് ചെയർമാൻ, ഗൾഫ് ന്യൂസ് മാഗസിൻ മാനേജിംഗ് ഡയറക്ടർ തുടങ്ങിയ നിലകളിലും ഇദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. തന്റെ ജന്മദേശത്തെ ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് ലഭിച്ച അംഗീകാരം തനിക്ക് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വിലയേറിയ അംഗീകാരമാണെന്ന് CH ഇബ്രാഹിംകുട്ടി പറഞ്ഞു. ലോകോത്തര നിലവാരത്തിലുള്ള ഏത് അംഗീകാരത്തെക്കാളും ജന്മനാട്ടിൽ ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഈ തിരുമുറ്റത്ത്, ഈ സന്നിധാനത്തിൽ നൽകപ്പെട്ട ഈ ആദരം എനിക്ക് വിലപ്പെട്ടതാണ്, എനിക്ക് പ്രിയപ്പെട്ടതാണ്. ജാതിക്കും രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി കൂട്ടായ്മകളാലും സൗഹൃദങ്ങളാലും സമ്പന്നമാണ് ഞങ്ങളുടെ പ്രദേശം. ഈ പ്രദേശത്ത് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചത് ലോകത്തിന് തന്നെ, നമ്മുടെ ഇന്ത്യക്ക് തന്നെ മറ്റുള്ള സ്ഥലങ്ങൾക്ക് മാതൃകയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദരിക്കൽ ചടങ്ങിൽ ആറാട്ട് മഹോത്സവ സ്വാഗത സംഘം ചെയർമാൻ K ബാലനാരായണൻ അധ്യക്ഷത വഹിച്ചു. K കുഞ്ഞമ്മദ് മാസ്റ്റർ MLA, ഡോക്ടർ K മൊയ്തു, ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി, വേൾഡ് മലയാളി കൌൺസിൽ ചെയർമാൻ ഷെവലിയർ CE ചാക്കുണ്ണി, M മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു.
കുടുംബ ഡോക്ടർ എന്ന സങ്കല്പത്തിന്റെ പ്രാധാന്യത്തെയും ഗുണപരമായ നേട്ടങ്ങളെയും കുറിച്ച് പൊതുസമൂഹത്തിൽ ബോധവൽക്കരണം വ്യാപകമാക്കുവാൻ അക്കാദമി ഓഫ് ഫാമിലി ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യ ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി AFPIയുടെ സംസ്ഥാനതല കോൺഫറൻസും CMEയും കേരളത്തിലാദ്യമായി കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ നടക്കും. ജനുവരി 3-4 തീയതികളിൽ നടക്കുന്ന കോൺഫറൻസിലും CMEയിലും ആഗോളതലത്തിൽ ശ്രദ്ധേയരായ നിരവധി പ്രഗത്ഭ ഡോക്ടർമാർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകൾ നയിക്കും. രോഗിയുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചോ സാമൂഹിക ജീവിത ചുറ്റുപാടുകളെക്കുറിച്ചോ യാതൊരു ധാരണയുമില്ലാതെ ചികിത്സകൾ നടത്തേണ്ടി വരുമ്പോൾ പലപ്പോഴും അമിതമായ പരിശോധനകളെയും മറ്റും ആശ്രയിക്കേണ്ടി വരികയും സ്വാഭാവികമായും രോഗിക്ക് സമയ ധനനഷ്ടം സംഭവിക്കുകയും ചെയ്യും. ഡോക്ടറും രോഗിയും തമ്മിൽ വ്യക്തിപരമായ അടുപ്പമില്ലാത്തതാണ് ഇത്തരം അവസ്ഥയ്ക്ക് കാരണം. ഇതിന് ഏറ്റവും നല്ല പ്രതിവിധി ഫാമിലി ഡോക്ടർ എന്ന ആശയമാണ്. രോഗിയെ ഡോക്ടർ അടുത്തറിയുകയും വ്യക്തിപരവും സാമൂഹികവുമായ കാരണങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്താൽ രോഗകാരണങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ ആവശ്യമെങ്കിൽ മാത്രമേ രോഗിയെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിലേക്ക് റഫർ ചെയ്യേണ്ടതായി വരികയുള്ളൂ. ഇത് രോഗിക്കുണ്ടാക്കുന്ന സമയലാഭവും ധനലാഭവും വളരെ അധികമായിരിക്കും. ഫാമിലി മെഡിസിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അനിവാര്യതയെക്കുറിച്ചും ആതുര സേവന മേഖലയിലേക്ക് പുതിയതായി കടന്നുവരുന്ന ഡോക്ടർമാരെ ബോധവൽക്കരിക്കുക, ഈ രംഗത്തേക്ക് പ്രവർത്തിക്കുവാനായി പ്രേരണയേകുക എന്നിവയാണ് ഈ കോൺഫറൻസിന്റെയും CMEയുടെയും പ്രധാന ലക്ഷ്യം. DNB, MD ഉൾപ്പെടെയുള്ള മറ്റ് PG ട്രെയിനികളും താൽപര്യമുള്ള GPകളും ഉൾപ്പെടെയുള്ളവർക്കാണ് പ്രധാനമായും പരിപാടിയിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദമായ വിവരങ്ങൾക്ക് AFPI പ്രസിഡന്റ് ഡോക്ടർ വിജയരാജിനെയോ AFPI ട്രഷറർ ഡോക്ടർ ആനന്ദ് 0495309195 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്ലാസ്റ്റിക്കിനേക്കാൾ അപകടകരമായ CFL ബൾബുകളും ട്യൂബുകളും മണ്ണിലേക്ക് വലിച്ചെറിയുന്നത് ഒഴിവാക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രൻ ആവശ്യപ്പെട്ടു. ചെലവൂർ ഷാഫി ദവാഖാന ഹെൽത്ത് കോംപ്ലക്സിന്റെ നേതൃത്വത്തിൽ ചെലവൂർ അങ്ങാടി പരിസരത്ത് സംഘടിപ്പിച്ച ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീട് ശുചീകരണം പോലെ തന്നെ അനിവാര്യമാണ് പരിസര ശുചീകരണവും. പ്ലാസ്റ്റിക്കിനേക്കാൾ അപകടകാരിയായ CFL ബൾബുകളും ട്യൂബുകളും ഒഴിവാക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ T. ശോഭീന്ദ്രൻ ആവശ്യപ്പെട്ടു. ശുചിത്വ നഗരം സുന്ദര നഗരം പദ്ധതിയുടെ ഭാഗമായി ചെലവൂർ ഷാഫി ദവാഖാന ഹെൽത്ത് കോംപ്ലക്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷണത്തിൽ എല്ലാം വന്ന് വീഴുന്ന ഈ മാലിന്യങ്ങള് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാം നമ്മുടെ വീട് ശുചീകരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വീടിന്റെ പരിസരവും ശുചീകരിക്കേണ്ടിയിരിക്കും. സ്ഥാപനത്തിന്റെ മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും ചൂരക്കൊടി കളരി വിദ്യാർത്ഥികളും ഉൾപ്പെടെ 100ഓളം പേരാണ് ചെലവൂർ അങ്ങാടി പരിസരം വൃത്തിയാക്കിയത്. കോർപ്പറേഷൻ വാർഡ് കൌൺസിലർമാരായ ഷിനോജ് കുമാർ, MP ഹമീദ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, സ്ഥാപന മാനേജ്മെന്റ് പ്രതിനിധികളായ സഹീർ അലി, A. മൂസ ഹാജി തുടങ്ങി പ്രദേശത്തെ രാഷ്ട്രീയ സാംസ്കാരിക കായിക രംഗത്തെ പ്രതിനിധികൾ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു സ്റ്റാർ ഉണ്ട്. ഇത് തിരുവനന്തപുരത്തെ സ്റ്റാർ വിവേക്, ഇത് കോഴിക്കോട്ടെ സ്റ്റാർ നസീർ, ഇത് കോട്ടയത്തെ സ്റ്റാർ ലക്ഷ്മി, ഇത് കൊച്ചിയിലെ സ്റ്റാർ രാഹുൽ, ഇത് തൃശൂരിലെ സ്റ്റാർ ഐശ്വര്യ, ഇത് കണ്ണൂരിലെ ലിറ്റിൽ സ്റ്റാർ നേഹ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ വലിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. സ്റ്റൈൽ ആകൂ, സ്റ്റാർ ആകൂ. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. ക്യാൻസർ രോഗം ബാധിച്ച കുട്ടികൾക്ക് താങ്ങായി ഒരു കൂട്ടം വീട്ടമ്മമാരുടെ കരകൌശല വിപണനമേള സൃഷ്ടി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല മേള ഉദ്ഘാടനം ചെയ്തു. വീട്ടമ്മമാരുടെ കൂട്ടായ്മയായ സ്നേഹവർണ്ണങ്ങൾ കരകൌശല പ്രദർശന വിപണനമേള സൃഷ്ടി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ബാധിച്ച കുട്ടികളെ സഹായിക്കുവാനായുള്ള ഈ മേള കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. 11 വീട്ടമ്മമാർ കൂടിയിട്ട് നടത്തുന്ന ഒരു സംരംഭമാണിത്. നമ്മുടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ബാധിച്ച കുട്ടികൾക്ക് ഞങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുമെന്നുള്ള ധാരണയിലാണ് ഈ ഒരു സെയിലും വെച്ചിരിക്കുന്നത്.
11 വീട്ടമ്മമാരുടെ കരസ്പർശങ്ങളിൽ വിരിഞ്ഞ വ്യത്യസ്ത തരം വസ്തുക്കളാണ് ഇവിടെ വിപണനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. സാരി പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, ഗ്ലാസ് പെയിന്റിംഗ്, ഫാൻസി ആഭരണങ്ങൾ, കീ ചെയിൻ, വസ്ത്രങ്ങൾ തുടങ്ങി നിരവധി വ്യത്യസ്ത ഇനം വസ്തുക്കളാണ് ഇവിടെ ഉള്ളത്. ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്ന കുപ്പികളിലും മറ്റും ഇവരുടെ കരസ്പർശങ്ങളിൽ വിടർന്ന കലകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ജോലി കഴിഞ്ഞ് വന്ന് കിട്ടുന്ന ബാക്കി സമയം മുഴുവൻ ഇവർ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് മാറ്റിവെക്കുന്നു. ഈ മേളയിൽ നിന്നും ലഭിക്കുന്ന ലാഭം ഇവർ പണമായിട്ടല്ല അധികൃതർക്ക് നൽകുന്നത്, മറിച്ച് അവർക്ക് ആവശ്യമായ വസ്തുക്കൾ വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. 3ാമത്തെ വർഷമാണ് ഈ വീട്ടമ്മമാർ ഇത്തരം മേള നടത്തുന്നത്. 11 മുതൽ വൈകിട്ട് 7 വരെയാണ് മേള. ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ മോഹൻകുമാർ, തോമസ് മാത്യു, അജിത് കുരിത്തടം, വിക്രമൻ തുടങ്ങിയവർ പങ്കെടുത്തു. മേള ജനുവരി 6-ന് സമാപിക്കും. കോഴിക്കോട് മാനാഞ്ചിറ കോൺട്രസ്റ്റ് ഗ്രൗണ്ടിൽ കഴിഞ്ഞ ഡിസംബർ 19-ന് ആരംഭിച്ച റബ്കോ ട്രേഡ് ഫെയർ വർദ്ധിച്ച ജനപങ്കാളിത്തത്തോടെ മുന്നേറുകയാണ്. റബ്കോയുടെ ലോകോത്തര ഗുണനിലവാരമുള്ളതും ഈടുറ്റതും ആകർഷകങ്ങളായ രൂപഭംഗിയോടും കൂടിയ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ട്രേഡ് ഫെയർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോകോത്തര മലേഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വിവിധതരം ഫർണിച്ചറുകൾ യാതൊരു കേടുപാടുകളും കൂടാതെയും കുത്തനരിക്കാതെയും ദീർഘകാലം ഈടുനിൽക്കുന്നവയാണ്. വിജാഗിരികൾ, ആണികൾ, ഹാൻഡിലുകൾ എന്നിവ ഫർണിച്ചറിന് യാതൊരുവിധ കേടുപാടുകളും കൂടാതെ മാറ്റാൻ കഴിയുമെന്നത് റബ്കോ ഫർണിച്ചറിന്റെ പ്രത്യേകതയാണ്. വിവിധതരം കട്ടിലുകൾ, അലമാറ, സോഫ സെറ്റുകൾ, ഡൈനിങ് ടേബിൾ, സ്റ്റഡി ടേബിൾ, ഓഫീസ് ടേബിൾ, കസേരകൾ, TV സ്റ്റാൻഡ്, കമ്പ്യൂട്ടർ ടേബിൾ, ഡോറുകൾ തുടങ്ങി വൈവിധ്യമാർന്ന ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. ഏറെ ആകർഷകങ്ങളായ സുഖപ്രദമായ ഊഞ്ഞാലുകൾ, ബങ്കർ കോട്ടുകൾ എന്നിവ പുതുതായി മേളയിലെത്തിയ ഉൽപ്പന്നങ്ങളാണ്. റബ്കോയുടെ കരകൗശല വസ്തുക്കളും മേളയിൽ ലഭിക്കും. ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വിവിധയിനം മെത്തകൾ, സ്പ്രിംഗ് മെത്തകൾ, ന്യൂട്രിക്കോ വെർജിൻ കോക്കനട്ട് ഓയിൽ, നാച്ചുറൽ കോക്കനട്ട് ഓയിൽ, റബ്കോ ലൈറ്റ് വെയ്റ്റ് ചെരുപ്പുകൾ, PU ചെരുപ്പുകൾ, ലഷ് ഹെയർ ഓയിൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭിക്കുന്നതാണ്. ജനുവരി 11 വരെ നീണ്ടുനിൽക്കുന്ന ട്രേഡ് ഫെയറിൽ ഉൽപ്പന്നങ്ങൾക്ക് 10% മുതൽ 40% വരെ പ്രത്യേക ഡിസ്കൗണ്ടും അനുവദിച്ചിട്ടുണ്ട്. തന്റെ നടനപരമായ ശേഷിപ്പുകളെ ചിത്രങ്ങളിലൂടെ സാക്ഷാത്കരിക്കുകയാണ് കൊയിലാണ്ടി സ്വദേശിനി നിത്യ ഷൈജു. നൈഫുകൾ ഉപയോഗിച്ച ചിത്രങ്ങളാണ് ശ്രദ്ധേയം. ജലഛായത്തിലും ആക്രിലിക്കിലും നിത്യ രചന നിർവഹിക്കുന്നുണ്ട്. ചിത്രകലയിൽ പുതിയ തലങ്ങൾ തേടിയാണ് കൊയിലാണ്ടി സ്വദേശിനി നിത്യ ഷൈജു യാത്ര ചെയ്യുന്നത്. ജലച്ചായത്തിലും അക്രലിക് രീതികളിലും ഏറെ മികവുകൾ പുലർത്തിയിട്ടുള്ള ഈ ചിത്രകാരി നൈഫുകൾ ഉപയോഗിച്ചാണ് പുതിയ കാലത്ത് ചിത്രങ്ങൾ രചിക്കുന്നത്. കോഴിക്കോട് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൽ നിന്നാണ് നിത്യ ചിത്രകലയിൽ ബിരുദം നേടിയത്. പ്രഗത്ഭരായ അധ്യാപകർക്ക് കീഴിൽ ലഭിച്ച പരിശീലനത്തിൽ ചിത്രകലയിൽ മഹത്തായ അനുഭവങ്ങൾ നേടാൻ കഴിഞ്ഞതായി ഇവർ പറയുന്നു. ചിത്രകലാധ്യാപകനായിരുന്ന നടുവത്തൂരിലെ ഷൈജുവിനെ ഭർത്താവായി സ്വീകരിച്ചതോടെ തന്റെ രചനാ വൈഭവത്തിന് കൂടുതൽ കരുത്തു ലഭിച്ചതായും നിത്യ പറയുന്നു. കുട്ടിക്കാലത്ത് നൃത്തത്തിൽ ഏറെ താൽപര്യമുണ്ടായിരുന്നെങ്കിലും നൃത്തപഠനത്തിന് അനുകൂലമായ സാഹചര്യമുണ്ടായില്ല. എന്നാൽ പിൽക്കാലത്ത് നടന മികവിനെ ചിത്രത്തിൽ സന്നിവേശിപ്പിച്ച് വേദിയിലാടുവാനുള്ള തന്റെ മോഹങ്ങളെ നിത്യ സഫലീകരിക്കുകയായിരുന്നു. നൃത്തത്തിന്റെ താളമായ ശരീരഭാഷ, സംഗീതം എന്നിവയെ നിത്യയുടെ ചിത്രങ്ങളിൽ സൂക്ഷ്മമായി ചിത്രീകരിച്ചിരിക്കുന്നു. എനിക്ക് നഷ്ടപ്പെട്ട ഒരു കല അതായിരുന്നു ഡാൻസ്. അപ്പോൾ അത് മനസ്സിൽ നിന്ന് എന്റെ ചലനങ്ങൾ അത് ക്യാൻവാസിലേക്ക് പകർത്തുക എന്നുള്ളതാണ്. അത് കുറെ കാലമായിട്ട് എന്റെ മനസ്സിൽ കിടന്ന് ഉരുട്ടുകയാണ്. അതെങ്ങനെ ചെയ്യണം എന്തെന്ന് എനിക്ക് നിശ്ചയമില്ലായിരുന്നു. പിന്നീട് അത് ബുക്കിൽ കൂടെ ചെറിയ ചെറിയ ചിത്രങ്ങൾ പെൻവർക്കായി ചെയ്തു തുടങ്ങി. അത് വർണ്ണങ്ങളിലൂടെ ക്യാൻവാസിലേക്ക് പകർത്തി അത് ചെറുത് മറ്റുള്ളവർ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായി. അത് പ്രോത്സാഹിപ്പിച്ചു. തുടർന്ന് എന്നോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇപ്പോൾ 2-3 ചിത്രങ്ങൾ ചെയ്തു. നൈഫ് കൊണ്ട് തീർത്ത സൂര്യകാന്തി പൂക്കൾ ജീവിതത്തിന്റെ വളർച്ചാഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ക്യാൻവാസിൽ തീർത്ത സൂര്യകാന്തി പൂക്കൾ ജീവിതത്തിന്റെ ചലനവും ബാല്യ, കൗമാര, യൗവനങ്ങളെയും അർത്ഥമാക്കുന്നു. ഭർത്താവിനൊപ്പം ബഹ്റൈനിൽ താമസിച്ചിരുന്ന കാലത്ത് കേരള സമാജത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടികളിൽ നടത്തിയ ചിത്രപ്രദർശനം കാഴ്ചക്കാരിൽ ഏറെ കൗതുകവും ആനന്ദവും പകർന്നിരുന്നു. എഴുതി തുടങ്ങുന്നവർ പുറം കാഴ്ചയിലും പബ്ലിസിറ്റിയിലും ചെന്നു വീഴാതെ തന്നിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങണമെന്ന് എഴുത്തുകാരൻ KP രാമനുണ്ണി. സാഹിത്യരംഗത്തെ നവാഗതർക്ക് ഭാഷാ സമന്വയവേദി നൽകിയ വരവേൽപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ബുക്ക് ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഭാഷാ സമന്വയവേദി സാഹിത്യരംഗത്തെ നവാഗതർക്ക് വരവേൽപ്പ് നൽകി. അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി KP രാമനുണ്ണി ഉദ്ഘാടനം ചെയ്തു. എഴുതി തുടങ്ങുന്നവർ പുറം ലോക കാഴ്ചയിലും പബ്ലിസിറ്റിയിലും ചെന്നു വീഴാതെ തന്നിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇങ്ങനെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുകയോ എഴുത്തുകാരെ ആഘോഷിക്കുകയോ എഴുത്തിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്ക് തന്നെ വരവേൽപ്പ് നൽകുകയോ ചെയ്യുന്ന
ഒരു സംസ്ഥാനം ഇന്ത്യയിലില്ല, ലോകത്ത് തന്നെ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ പേരിൽ മലയാളി തീർച്ചയായിട്ടും ആത്മാഭിമാനം കൊള്ളപ്പെട്ട ചിന്മയി BS രചിച്ച ഇംപ്രഷൻസ്, സനീഷ് വേലിക്കുനിയുടെ ഫോക്ലോർ പരിണാമത്തിന്റെ പരിണാമം, വരുൺ ഹരീഷിന്റെ സേതുസമുദ്രം, ബേബി സുധ ചുള്ളിക്കരയുടെ ആരവങ്ങൾക്കൊടുവിൽ, ഇഗ്നേഷ്യസ് കിത്തോളിസിന്റെ കടലേറുന്ന വീടുകൾ എന്നീ പുസ്തകങ്ങൾ ഡോക്ടർ ഗദിജ മുംതാസ് പ്രകാശനം ചെയ്തു. ഡോക്ടർ ആർസു അധ്യക്ഷം വഹിച്ചു. PP ശ്രീധരൻ ഉണ്ണി, ഉള്ളൂർ S പരമേശ്വരൻ, നളിനി സദാനന്ദൻ, വരദേശ്വരി, ജ്യോത്സ്ന P കടയപ്പുറത്ത്, ഡോക്ടർ സോമൻ കടലൂർ, അഭിജിത്ത് നാരങ്ങാളി, KG രഘുനാഥ്, ഡോക്ടർ MK പ്രീത, വിജയൻ കോടഞ്ചേരി, TP മമ്മു എന്നിവർ സംസാരിച്ചു. ഫറൂഖ് കള്ളിത്തൊടി മുസ്തഫ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മുഴുവൻ കുറ്റവാളികളെയും പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി പ്രക്ഷോഭം ആരംഭിക്കുന്നു. ആദ്യഘട്ടത്തിൽ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്ന് ആക്ഷൻ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പലിശരഹിത ബാങ്കിന്റെ പേരിൽ കോടികൾ തട്ടിപ്പ് നടത്തിയ സംഘത്തിന്റെ വലയിൽ കുടുങ്ങി പണവും ഭൂമിയും നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത യുവാവിന്റെ നാട്ടുകാരാണ് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നത്. ഫറൂഖ് കള്ളിത്തൊടി കുറുമണിൽ മുസ്തഫ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മുഴുവൻ കുറ്റവാളികളെയും പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പലിശരഹിത ബാങ്ക് നടത്തിപ്പുകാരനായ കൊണ്ടോട്ടി തുറക്കൽ കുഞ്ഞാക്കറോടി V ജലാലുദ്ദീനെതിരെ വ്യക്തമായ തെളിവുകളും ഇയാൾക്കെതിരെ പരാതിയും മുസ്തഫ എഴുതിയ മരണക്കുറിപ്പും കൊണ്ടോട്ടി പോലീസിന് നൽകിയിട്ടും പ്രതിയെ പിടികൂടാനോ തുടർ നടപടി സ്വീകരിക്കാനോ പോലീസ് തയ്യാറായില്ലെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. റബ്കോ ട്രേഡ് ഫെയർ 2014 കോഴിക്കോട് കോൺട്രസ് ഗ്രൗണ്ടിൽ ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ, മെത്തകൾ, സ്പ്രിംഗ് മെത്തകൾ, റബ്കോ ലൈറ്റ് വെയ്റ്റ് ചെരുപ്പുകൾ, PU ചെരുപ്പുകൾ, വിർജിൻ കോക്കനട്ട് ഓയിൽ, കരകൗശല വസ്തുക്കൾ, റബ്കോ ഉൽപ്പന്നങ്ങൾ കൂടാതെ ദിനേശ്, റെഡ്കോ, മൃഗനയനി എന്നിവയുടെ ഉൽപ്പന്നങ്ങളും. റബ്കോ ഉൽപ്പന്നങ്ങൾക്ക് 40% കിഴിവ്. മേള 2015 ജനുവരി 11 വരെ. റബ്കോ ഉൽപ്പന്നങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം. റബ്കോ ട്രേഡ് ഫെയർ 2014 കോഴിക്കോട് കോൺട്രസ് ഗ്രൗണ്ടിൽ. പ്രവേശനം സൗജന്യം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. KCB ലിമിറ്റഡ് സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബിന്റെ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ദ്യുതി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. KCB ലിമിറ്റഡ് സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബിന്റെ പുതുവത്സര ആഘോഷ പരിപാടികൾ ഗാന്ധി റോഡ് വൈദ്യുതി ഭവൻ പരിസരത്ത് നടന്നു. ദ്യുതി ഫെസ്റ്റ് 2015 പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഞാൻ എപ്പോഴും നമുക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളെ പർവ്വതീകരിക്കാതെ അതിനെ ആ പർവ്വതം തരണം ചെയ്യുമ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് തരണം ചെയ്യാൻ കലയാണ് ഏറ്റവും പറ്റുക. സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബ്ബ് പ്രസിഡന്റ് TP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബ്ബ് സെക്രട്ടറി KP സച്ചിൻ രാജ്, ഡിസ്ട്രിബ്യൂഷൻ നോർത്ത് ചീഫ് എഞ്ചിനീയർ ഡോക്ടർ O അശോകൻ, ട്രാൻസ്മിഷൻ നോർത്ത് ചീഫ് എഞ്ചിനീയർ K വേണുഗോപാൽ, സിവിൽ കൺസ്ട്രക്ഷൻ നോർത്ത് ചീഫ് എഞ്ചിനീയർ KV മോഹനൻ, കോഴിക്കോട് ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ KS സുരേഷ് ബാബു, സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബ്ബ് ട്രഷറർ KS ഉല്ലാസ് കുമാർ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറി. മാലിന്യം നീക്കം ചെയ്യുന്നതിനായി കോർപ്പറേഷൻ പുതുതായി വാങ്ങിയ എക്സ്കവേറ്ററിന്റെ ഉദ്ഘാടനം മേയർ AK പ്രേമജം നിർവഹിച്ചു. ശുചിത്വ നഗരം സുന്ദര നഗരം പദ്ധതിയുടെ ഭാഗമായാണ് 27 ലക്ഷം രൂപയുടെ എക്സ്കവേറ്റർ വാങ്ങിയത്. കോഴിക്കോട് നഗരവും പരിസരങ്ങളും ശുചിയാക്കാൻ പുതിയ JCB എത്തി. സെൻട്രൽ മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ് തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിലെ മാലിന്യങ്ങൾ കാലതാമസം കൂടാതെ നീക്കാനും ശുചിത്വം ഉറപ്പുവരുത്താനുമാണ് കോർപ്പറേഷൻ പുതിയ JCB വാങ്ങിയത്. കോർപ്പറേഷനുണ്ടായിരുന്ന പഴയ JCB കാലപ്പഴക്കത്താൽ ഒഴിവാക്കിയ സാഹചര്യത്തിൽ ക്ലീൻ കോഴിക്കോട് ശുചിത്വ നഗരം സുന്ദര നഗരം എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിനാണ് പുതിയ JCB നിരത്തിലിറങ്ങിയത്. നിലവിൽ JCB വാടകയ്ക്കെടുത്താണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. മണിക്കൂറിന് 900 രൂപയാണ് വാടക. പുതിയ JCB എത്തിയതോടെ വാടക ഇനത്തിൽ വരുന്ന ഭീമമായ തുക ഒഴിവാക്കാനാകും. കോർപ്പറേഷൻ ഫണ്ടിൽ നിന്ന് 26.8 ലക്ഷം രൂപ ചിലവിട്ടാണ് JCB വാങ്ങിയത്. കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ മേയർ AK പ്രേമജം JCB ഫ്ളാഗ് ഓഫ് ചെയ്തു.
ആരോഗ്യ സമിതി ചെയർപേഴ്സൺ ജാനമ്മ കുഞ്ഞുണ്ണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം മോഹനൻ, ടി മൊയ്തീൻ കോയ, കൌൺസിലർ ടി സുജൻ, കോർപ്പറേഷൻ സെക്രട്ടറി വി കെ ബൽരാജ്, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അജയ് ഘോഷ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. താരസംഗമവും ഹൃദ്യമായ സംഗീത സന്ധ്യയുമായി ജനകീയ സിനിമയുടെ 50ാം നാൾ കോഴിക്കോട്ട് ആഘോഷിച്ചു. സഖാവ് പി കൃഷ്ണപിള്ളയുടെ ഉജ്ജ്വലമായ രാഷ്ട്രീയ ജീവിതാനുഭവങ്ങൾ പകരുന്ന വസന്തത്തിന്റെ കനൽ വഴികളിൽ സിനിമയുടെ 50ാം നാൾ ആഘോഷം CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. സഖാവ് പി കൃഷ്ണപിള്ളയുടെ ഉജ്ജ്വലമായ രാഷ്ട്രീയ ജീവിതാനുഭവങ്ങൾ പകരുന്ന വസന്തത്തിന്റെ കനൽവഴികളിൽ സിനിമയുടെ 50ാം ദിവസം കോഴിക്കോട്ട് ആഘോഷിച്ചു. കൃഷ്ണപിള്ളയുടെ പ്രവർത്തന കേന്ദ്രം കൂടിയായിരുന്ന കോഴിക്കോട് നഗരത്തിലായിരുന്നു ജനകീയ സിനിമയുടെ 50ാം നാളാഘോഷം. താരസംഗമവും ഹൃദ്യമായ സംഗീത സന്ധ്യയുമായി പുതുവർഷാഘോഷത്തിന് പൊലിമ ചാർത്തുന്നതായി പരിപാടി. മുതലക്കുളത്ത് നടന്ന പരിപാടിയിൽ രാഷ്ട്രീയ കലാ സാംസ്കാരിക പ്രവർത്തകർക്കൊപ്പം സിനിമയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച കലാകാരന്മാരും ആഹ്ലാദം പങ്കിടാൻ ഒത്തുചേർന്നു. താരസംഗമവും സംഗീത സായാഹ്നവും CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണപിള്ളയുടെ ഉജ്ജ്വല ജീവിതം ആവിഷ്കരിച്ച വസന്തത്തിന്റെ കനൽവഴികളിൽ അമീർ ഖാന്റെ PK എന്നീ സിനിമകൾക്ക് സംസ്ഥാന സർക്കാർ വിനോദ നികുതി ഇളവ് പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ജമീല ചലച്ചിത്ര പ്രതിഭകളെ ആദരിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ 50ാം ദിന പോസ്റ്റർ പ്രകാശനം ചെയ്തു. മേയർ AK പ്രേമജം പുതുവത്സരദിന സന്ദേശം നൽകി. മഹാനായ നേതാവ് P കൃഷ്ണപിള്ളയ്ക്ക് അഭിനയത്തിലൂടെ ജീവൻ പകർന്ന നടൻ സമുദ്രകനി, സിനിമയിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച വിപ്ലവ ഗായിക കൂടിയായ PK മേദിനി, സംവിധായകൻ അനിൽ V നാഗേന്ദ്രൻ, KPAC ലളിത, A പ്രദീപ് കുമാർ MLA, സംഗീതജ്ഞൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, നടൻ പ്രേംകുമാർ, മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് M കേളപ്പൻ, CPI സംസ്ഥാന കൌൺസിൽ അംഗം TV ബാലൻ, കേളുവേട്ടൻ പഠനകേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. CPIM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ അധ്യക്ഷനായി. സംവിധായകൻ അനിൽ V നാഗേന്ദ്രൻ സ്വാഗതവും SK സജീഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് CJ കുട്ടപ്പൻ, PK മേദിനി എന്നിവർ അണിനിരന്ന ഗാനമേളയും ഉണ്ടായി. പ്രശസ്ത ഛായാഗ്രഹകൻ കവിയരച്ചടക്കം കലാകാരന്മാരും സാങ്കേതിക പ്രവർത്തകരും പങ്കാളികളായി. വാർത്തകൾ ചുരുക്കത്തിൽ. റോഡ് സുരക്ഷാ വാരം ആഘോഷിക്കുന്നതിന്റെ മുന്നോടിയായി ജനുവരി 3-ന് കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന റോഡ് സുരക്ഷാ സന്ദേശ റാലി കോഴിക്കോട് മുതൽ കർണാടകയിലെ കൊടക് വരെ സഞ്ചരിക്കും. ജനുവരി 3-ന് രാവിലെ 10 മണിക്ക് കോഴിക്കോട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കമാൽ വരദൂർ, ഫ്ലൈവീൽ ചീഫ് എഡിറ്റർ ഹാനി മുസ്തഫയും ചേർന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാജീവ് പുത്തലത്ത് മുഖ്യാതിഥിയായിരിക്കുമെന്നും കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം ജനുവരി 19, 20 തീയതികളിൽ നാദാപുരത്തുള്ള കല്ലാച്ചിയിൽ വെച്ച് നടക്കും. കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. MLA EK വിജയൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സൂപ്പി നരിക്കാട്ടരി എന്നിവർ സംബന്ധിക്കുമെന്നും CWSA ഭാരവാഹികൾ പറഞ്ഞു. കമ്പനികൾ വില കുറയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ സിമന്റുകൾ ബഹിഷ്കരിക്കുന്നതടക്കമുള്ള നീക്കത്തിലേക്ക് സംഘടന നീങ്ങുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഗൾഫ് പ്രവാസത്തിന്റെ 50ാം വാർഷികമായ 2015 ഇന്തോ അറബ് സൌഹൃദ വർഷമായി ആഘോഷിക്കുന്നു. ആഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് നടക്കുന്ന വിളംബര സംഗമവും പ്രവാസി സൊസൈറ്റികളുടെ ജില്ലാതല സംരംഭാരംഭവും ജനുവരി 4-ന് KP കേശവമേനോൻ ഹാളിൽ നടക്കും. വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന പരിപാടികളിൽ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, മഞ്ഞളാംകുഴി അലി, MK മുനീർ എന്നിവർ പങ്കെടുക്കുമെന്നും KMCC, പ്രവാസി ലീഗ് എന്നീ സംഘടനകളുടെ നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട് വളയനാട് ആരംഭിച്ച ശ്രീഗോകുലം പബ്ലിക് സ്കൂളിന്റെ കെട്ടിടോദ്ഘാടനം ജനുവരി 3-ന് ശനിയാഴ്ച പ്രശസ്ത നടൻ ഭരത് സുരേഷ് ഗോപി നിർവഹിക്കും. വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ അധ്യക്ഷനായിരിക്കും. നിലവാരമുള്ള വിദ്യാഭ്യാസം സാധാരണക്കാർക്കും പ്രാപ്യമാക്കുക എന്ന സാമൂഹികമായ ഉത്തരവാദിത്തമാണ് സ്കൂളിൽ മികച്ച സൌകര്യങ്ങൾ ഒരുക്കിയതിലൂടെ മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് സാരഥികൾ പറഞ്ഞു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വകുപ്പിലെ അധ്യാപക സംഘടനയായ VTAയുടെ സംസ്ഥാന സമ്മേളനം ജനുവരി 5-ാം തീയതി തിങ്കളാഴ്ച കോഴിക്കോട് വെള്ളിമാടുകുന്ന് PMOC ഓഡിറ്റോറിയത്തിൽ നടത്തും. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം 5-ന് 11 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് നിർവഹിക്കും. പുതുതലമുറ തൊഴിലുകൾ VHSCകളിൽ എങ്ങനെ പരിശീലിപ്പിക്കാം എന്ന വിഷയത്തിൽ നടത്തപ്പെടുന്ന സെമിനാർ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതിയപ്പ മേഖലയിൽ BJP CPM സംഘർഷം, പാർട്ടി ഓഫീസുകൾ തകർത്തു. സുരക്ഷിതമായ ഭക്ഷണത്തിനായി വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്ന് കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി KP മോഹനൻ. വെറ്റിനറി ഡോക്ടർമാരുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട്.
പുതുവത്സരത്തിൽ മതമൈത്രി സന്ദേശവുമായി കടിയങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രം. ജീവകാരുണ്യ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച ഇബ്രാഹിം കുട്ടിക്ക് ആദരം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ രോഗവിമുക്ത പാദങ്ങൾ